നമുക്ക് റിംഗ് എക്സ്പാൻഷൻ്റെ ടൈപ്പ് 4 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ നോക്കി തന്നിരിക്കുന്ന ആൽക്കീൻ ആണ്, അതിലേക്ക് HBr ആണ്. അപ്പോൾ ഒബ്വിയസ്ലി HBr നമ്മൾ ബോണ്ട് പൊട്ടിക്കുമ്പോൾ ബാക്കി റിമൈനിങ് ആരൊക്കെയാണ്? H+ഉം Br- ആണ് അല്ലേ? H+ഉം Br- ആണ്. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ CH ഡബിൾ ബോണ്ട് CH2, ഒബ്വിയസ്ലി ആ ബോണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പൊട്ടിക്കേണ്ടത്? ശ്രദ്ധിക്കണം. കാരണം ആ ബോണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പൊട്ടിച്ചാലല്ലേ ആ കാർബണിലേക്ക് പൊട്ടിച്ചിട്ടല്ലേ ഇവിടെ കാർബൺ പ്ലസ് വരത്തുള്ളൂ. ആ കാർബൺ പ്ലസ് എന്ന് അതെന്താണ്? ആക്ച്വലി സെക്കൻഡറി കാർബോ കാറ്റോൺ അല്ലേ? സെക്കൻഡറി കാർബൺ അപ്പം എന്താ? മോർ സ്റ്റേബിൾ അല്ലേ? അപ്പോൾ ഈ CH2 മൈനസിലേക്ക് ഞാൻ വന്നു, ഇവിടെ H+ വന്നു അല്ലേ? അപ്പോൾ ബാക്കി റിമൈനിങ് അപ്പോൾ എന്താ? നമുക്ക് എവിടെ എത്തി നോക്കാം. അപ്പോൾ ആ ബോണ്ട് ഒട്ടിക്കുമ്പോൾ ഇവിടെ പ്ലസ് വരണം, കാരണം അത് നല്ല മോർ സെക്കൻഡറി കാർബൺ ഉള്ളത്. ഇപ്പോൾ ബാക്കി നമുക്ക് നോക്കാം, എന്തോന്ന് നോക്കാം. അതായത് ഇവിടെ നമ്മളെ പറ്റി നിൽക്കുവാണ്. ദാ ഇവിടെ ഇപ്പം CH3 ഉണ്ട്, ഇപ്പോൾ ഇവിടെ എന്തുണ്ട്? CH+1 അല്ലേ? ഇവിടെ എന്ത് വന്നു? അത് CH2 ഇപ്പം എന്തായി? H+ കയറിയിട്ട് ബാക്കി റിമൈനിങ് എന്തായി? CH3 ആയി. ഓക്കെ, ഇതിപ്പോൾ എന്താ? ഒരു സെക്കൻഡറി കാർബോക്കേറ്റ് ആണല്ലേ? എന്ത് കാർബോക്കേറ്റ് ആണ്? സെക്കൻഡറി കാർബോക്കേറ്റ് ആണ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ പോയിന്റ് നോക്കിക്കേ, 1 2 3 4. ഈ കാർബൺ എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ക്വാട്ടേണറി കാർബൺ അല്ലേ? അത് മാത്രമല്ല ഇതൊരു സൈക്ലോബ്യൂട്ടൻ അല്ലേ? അപ്പോൾ സൈക്ലോബ്യൂട്ടേന് എന്താ? സ്ട്രെയിൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ബോണ്ട് പൊട്ടിച്ച് ഈ കാർബണിലേക്കൊന്ന് കൊടുത്തേ. ആ കാർബണിലേക്ക് കൊടുക്കുമ്പം ബാക്കി നമുക്ക് എന്ത് വന്ന് നോക്കി? ആ കാർബണിലേക്ക് കൊടുക്കുമ്പോൾ ബാക്കി നമുക്ക് എന്ത് നോക്കി? ഇവിടെ വെച്ച് നിൽക്കുവാണ് അല്ലേ? ഇപ്പോൾ ഓൾറെഡി എന്തുണ്ട്? ഇവിടെ CH3 ഉണ്ട് അല്ലേ? നെക്സ്റ്റ് ഇവിടെ നമുക്ക് എന്തുണ്ട്? CH3 ഉണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് നമ്മളെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഇപ്പോൾ എന്തുണ്ട്? ഇവിടെ CH ഉണ്ട്, അതിലേക്ക് പിന്നെ എന്തുണ്ട്? CH3 ഉണ്ട് അല്ലേ? എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ദാ ഈ ബോണ്ട്, ഇവിടുത്തെ ഈ ബോണ്ട് ഷിഫ്റ്റ് ആക്കി എങ്ങോട്ട് കൊടുക്കാൻ പോവാ? ആ CH കൊടുക്കാൻ പോവാ അല്ലേ? കൊടുക്കാൻ നേരം അപ്പോൾ ഈ പ്ലസിന് എവിടെ വരും? ഇവിടെ ഈ ഓൾറെഡി ഉണ്ടായിരുന്ന കാർബൺ ബോണ്ട് നഷ്ടപ്പെട്ടില്ലേ? നഷ്ടപ്പെടുമ്പോൾ എന്ത് വരുന്നു? പ്ലസ് വരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് നോക്കിയേ, നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു 4 മെമ്പേർഡ് റിങ്ങിനെ നമ്മൾ എന്താക്കി? 5 മെമ്പേർഡ് റിംഗ് ആക്കി. കാരണം അക്കോർഡിംഗ് ടു ബെയർ സ്ട്രെയിൻ തിയറി നമുക്ക് സൈക്ലോപെന്റേന് സ്ട്രെയിൻ കുറവാണ്. ആരെ കമ്പയർ ചെയ്യുമ്പോൾ സൈക്ലോബ്യൂട്ടനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രെയിൻ കുറവാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ആ പ്ലസ് ഇവിടെ വന്നു. അപ്പോൾ ഇത് നോക്കിക്കേ, അപ്പോൾ 1 2 3 4 5 നോക്കിക്കേ, ഇതൊരു 5 മെമ്പേർഡ് റിംഗ് അല്ലേ? ഒരു 5 മെമ്പേർഡ് റിംഗ് എന്ന് വെച്ചാൽ എന്താണ് ആക്ച്വലി അത്? അതപ്പോൾ ഒരു സൈക്ലോപെന്റീൻ അല്ലേ പിള്ളേരെ? നോക്കിക്കേ, സൈക്ലോപെന്റീൻ നിൽക്കുക അല്ലേ? അപ്പോൾ സൈക്ലോപെന്റീൻ ആണ്. എന്നിട്ട് അപ്പോൾ എന്ത് മനസ്സിലായി? ഇതാ ഇവിടെ പ്ലസ് ഉണ്ട്. ആ പ്ലസ് നോക്കിക്കേ, അവിടെ എന്തുണ്ട്? ഒരു CH3 ഉണ്ട് അല്ലേ? അവിടെ എന്തുണ്ട്? ഒരു CH3 ഉണ്ട്. എന്നിട്ട് ദാ ഇവിടെ എന്തുണ്ട്? ഈ CH അപ്പം എന്തായി? അതാ ആ പോയിന്റായി. അതിലേക്ക് എന്തുണ്ട്? വീണ്ടും CH3 ഉണ്ട് അല്ലേ? അപ്പം നോക്കിക്കേ, ഇവിടെ ഇതിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഇനി എന്ത് ചെയ്യേണ്ട? നിങ്ങൾ Br- ആഡ് ചെയ്യേണ്ട അല്ലേ? അപ്പം നോക്കിയേ, ഇതിലേക്ക് നോക്കിക്കേ, ഇപ്പോൾ നോക്കിയേ 1 2 3 തേർഷ്യറി കാർബോക്കേറ്റല്ലേ? ഇതിലേക്കാണ് നമ്മുടെ ആര് വരേണ്ടത്? നമ്മുടെ Br- വരേണ്ടത് കേട്ടോ. അപ്പോൾ Br- വരുമ്പോൾ ബാക്കി റിമൈനിങ് എന്ന് നോക്കിക്കേ, എന്തുണ്ടായി നോക്കിക്കേ കേട്ടോ. ബാക്കി റിമൈനിങ് എന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ടായി നോക്കിയേ, അതായത് ദാ ഈ CH3 ഇവിടെ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഓൾറെഡി നമ്മുടെ CH3 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? CH3 ഉണ്ട്. എന്നിട്ട് ഇതാ ഈ പ്ലസിലേക്ക് നമ്മൾ എന്ത് വരണം? ഇനി നമ്മുടെ Br വരണം കണ്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം എൻട്രൻസ് ചോദിക്കുന്നതാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഓർഗാനിക് കെമിസ്ട്രിയുടെ മെയിൻ ഒരു എന്താ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് റിയാക്ഷൻ മെക്കാനിസം. അപ്പോൾ അതിൻ്റെ റിംഗ് എക്സ്പാൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം പഠിച്ച് ചെയ്യണം. അപ്പോൾ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.